ചർച്ചയിലേക്ക് ശ്രീ പി വി അൻവർ, സംഭവം നടന്ന് ഇത്രയായിട്ടും എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ പോലീസിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. അത് വലിയ ദുരൂഹതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഊഹാപോഹങ്ങൾ മാത്രം പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുറത്തു വന്ന റിപ്പോർട്ടുകൾ വെച്ച് പരിശോധിച്ചാൽ അവിടെ ഒരു ഏറ്റുമുട്ടലല്ല നടന്നിരിക്കുന്നത്, ഒരു ഏകപക്ഷീയമായ കൊലപാതകമാണ് എന്ന് തന്നെ ഊഹിക്കാവുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നും പറയുന്നു. അങ്ങേയറ്റം ഗുരുതരമാണ് ഈ സാഹചര്യം. ഇപ്പോഴും സർക്കാരിന് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അത് കാര്യങ്ങൾ ഊഹിക്കുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് നിലമ്പൂരിലെ ജനങ്ങൾ ഭീതിയിലാണ്. ഈ മാവോയിസ്റ്റ് സാന്നിധ്യം ജനങ്ങളൊന്നും ഭീതിയോട് കൂടിയാണ് കണ്ടിരുന്നത്. പക്ഷേ ചിലരൊക്കെ ഈ പറയുന്നതിൽ സത്യമുണ്ടോ, ഇങ്ങനെ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നലത്തെ സംഭവത്തോട് കൂടിയിട്ട് ഇത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം നിലവിൽ ഇപ്പോൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പോലീസിന് നേരെ ആക്രമണമുണ്ടായി, ഒരു വെടിവെപ്പ് ഇവിടെ ഉണ്ടായതാണ്. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പരിചയമില്ലാത്ത ആളുകളെ കാണുന്നതായിട്ടും മറ്റു പുറത്തുള്ള ആളുകൾ കോണയിൽ വന്നു പോകുന്നതായിട്ടൊക്കെ ആളുകൾ പറയപ്പെടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പ്രദേശങ്ങളിൽ ഇവരുടെ സജീവ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പാണ്. പിന്നീടുള്ള വിഷയം ഇന്നലെ നടന്ന ഏറ്റുമുട്ടലാണ്. അത് ഏകപക്ഷീയമാണ് എന്ന് ഊഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം, കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് തണ്ടർബോൾട്ടും പോലീസും നിരന്തരമായ ശ്രമത്തിലായിരുന്നു. ഇന്നലെയാണ് അവർ ക്യാമ്പ് ചെയ്യുന്ന വിവരം അറിഞ്ഞ് മിനിയാന്നത്തോടു കൂടി തന്നെ അത് ഉറപ്പുവരുത്തി ഇന്നലെയാണ് പോലീസ് ഇവിടുന്ന് കാട്ടിലേക്ക് മാർച്ച് ചെയ്തത്. അവിടെ വെടിവെപ്പ് നടന്നു എന്ന് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അതിലപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ അത് തന്നെയാണ് പ്രശ്നം. ആളുകൾ വിശ്വസിക്കുന്നു എന്നത് മാത്രമാണ് താങ്കൾക്കും പറയാനുള്ളത്. അതിനപ്പുറത്ത് കൃത്യമായ വിവരങ്ങൾ ആർക്കും നൽകാനില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുന്നതിൽ തന്നെയുണ്ട്. ആളുകൾക്ക് വെറുതെ ഭീതിയുണ്ട് എന്ന് കരുതി ഒരാശയപ്രചാരണം നടത്തുന്ന ഒരു വിഭാഗത്തെ കയറി ആക്രമിക്കാനോ വെടിവെച്ച് കൊല്ലാനോ എന്തായാലും ഒരു സർക്കാരിനും അധികാരമില്ലല്ലോ. മാത്രമല്ല, മാവോയിസ്റ്റുകളുടെ കാര്യത്തിൽ തന്നെ വളരെ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ആശയപ്രചാരണം നടത്തുക എന്നത് ഒരു കുറ്റകൃത്യമായി കാണാൻ കഴിയില്ല എന്ന്. അങ്ങനെ അവരുടെ സാന്നിധ്യം കൊണ്ട് എന്ത് അലോസരമാണ്, അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്, ഭീതി വിതയ്ക്കുന്ന തരത്തിലുള്ള എന്ത് പ്രവർത്തനമാണ് മാവോയിസ്റ്റുകൾ നടത്തിയത് എന്നുകൂടി താങ്കൾ പറയണം. അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ അങ്ങനെ അത് ന്യായീകരിക്കുകയല്ല. കാരണം ഇപ്പോൾ ഒരു മാസം മുമ്പ് ഇവിടെ ആക്രമണം നടന്നു, പോലീസിന് നേരെ വെടിവെപ്പുണ്ടായി, പോലീസുകാർ തലനാരിഴക്കാണെന്ന് രക്ഷപ്പെട്ടത്. ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് അക്രമം നടക്കുന്നില്ല, അല്ലെങ്കിൽ അക്രമം മുമ്പ് നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ വയ്യ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ സുപ്രീം കോടതി ആശയപ്രചരണം തോക്കുകൊണ്ട് നേരിടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു വശമാണ്. നമ്മൾ അതിലേക്കല്ല കിടക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പ്രദേശത്തെ MLA ആണ്. ഈ പ്രദേശത്ത് ഒട്ടനവധി ട്രൈബൽ കോളനികളുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് ഇതേപോലെ തന്നെ ഈ സംഭവം നടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള മാഞ്ചേരി കോളനി 20 കിലോമീറ്റർ കാട്ടിലൂടെ യാത്ര ചെയ്തിട്ടാണ് ആ കോളനിയിലെത്തുന്നത്. അവിടെ 2 തൂക്കുപാലങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടനത്തിന് പങ്കെടുത്ത് മടങ്ങുന്ന ശേഷം 4-5 മണിക്കൂറോളം ഈ ട്രൈബൽ അവിടുത്തെ അന്തേവാസികളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് മടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഈ ഇവിടെയുള്ള വിദൂരമായ സ്ഥലങ്ങളിൽ, മനുഷ്യവാസ സ്ഥലങ്ങളിൽ നിന്ന് വളരെ വിദൂരമായ സ്ഥലങ്ങളിലാണ് പല ട്രൈബൽ സെറ്റിൽമെൻറ്റുകളും ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭീതി അകറ്റുക എന്നതാണ് ഒരു MLA എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വം. അവർക്കുള്ള സെക്യൂരിറ്റി കൊടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് ജീവിക്കുന്ന, വയനാട് കഴിഞ്ഞാൽ ഒട്ടനവധി ട്രൈബൽസ് ഉള്ള ഏരിയയാണ് നിലമ്പൂർ. അപ്പം ജനങ്ങളും ഈ ട്രൈബൽസും വളരെ അടുത്ത് ബന്ധപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഈ ട്രൈബൽ മേഖലയിലാണ് ഇപ്പോൾ ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യവും മറ്റു കാര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് നാളെ ജനങ്ങളുടെ ഭീതി അകറ്റേണ്ട ബാധ്യത സർക്കാരിനാണ്. എന്നെ സംബന്ധിച്ച് അതാണ് കൺസേൺ. അതിലപ്പുറമുള്ളത് സംസ്ഥാന ഗവൺമെന്റ്, മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് ചാൾസ് ജോർജ്, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് നടത്തുന്ന വയലൻസിനേക്കാൾ എന്ത് വലിയ ഭീകരകൃത്യമാണ് ഈ മാവോയിസ്റ്റുകൾ ചെയ്തത് എന്ന് പറയാനാവുക? അങ്ങനെ ഒരു ഏറ്റുമുട്ടലും അങ്ങനെ കൊലപാതകവും നടത്തേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു? അല്ല, ഇത് കേരളമാണ് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വിഷയം കഴിഞ്ഞ 36 മണിക്കൂറായി കേരളത്തിലെ പകൽവട്ടത്തിൽ പട്ടാപ്പകൽ നടന്നൊരു വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും, ഇവിടുത്തെ നേതൃത്വം, ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ പോലീസ് IG, DGP, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് കേരളമാണ്,
ഛത്തീസ്ഗഡോ ജാർഖണ്ഡോ ഇല്ല. നമ്മുടെ ജനാധിപത്യ സംസ്കൃതി അവബോധം എത്രയോ വികസിച്ച, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു നമ്മുടെ രാഷ്ട്രീയമായ സെൻസിബിലിറ്റി എത്രയധികം വികസിച്ച ഒരു സംസ്ഥാനമാണ്. ഇത്തരം ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു അരുങ്കൊല എന്നതിനപ്പുറത്ത് എത്രമാത്രം ദുരൂഹതയോടെ ഈ കേസ് നടത്തിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര കമ്മിറ്റി അംഗത്തെയാണ് പിടികൂടി വധിച്ചിരിക്കുന്നവർ പറയുന്നത്. സ്വാഭാവികമായും ഈ പറയുന്ന മാവോയിസ്റ്റുകളുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് സാധാരണഗതിയിൽ 3 ടയർ സെക്യൂരിറ്റി ഉണ്ട്, AK-47 ഉണ്ട്. ഇതിൻ്റെ ഒരു ലക്ഷണം പോലും അവിടെ കാണിച്ചിട്ടില്ല. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് സിബിക്കാരെ നിരായുധരായി വെടിവെച്ച് കൊന്നപ്പോൾ അവരുടെ ശരീരത്തിൽ കത്തിയെങ്കിലും എടുത്ത് വയ്ക്കാനുള്ള ഒരു ബുദ്ധി മധ്യപ്രദേശിലെ പോലീസ് കാണിച്ചു. ആ ഒരു ബുദ്ധി പോലും ഇവിടെ കാണിച്ചിട്ടില്ല. ഇത് വ്യക്തമാക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ നടക്കുന്ന ഫേക്ക് എൻകൗണ്ടറിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇതെന്ന് യാതൊരു സംശയവുമില്ല. അങ്ങനെ വെളിവാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഇതുവരെ വന്നിരിക്കുന്നത്. 36 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് കഴിഞ്ഞ 24 മണിക്കൂറായി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ DGPയും ഉദ്യോഗസ്ഥരും വനം വകുപ്പും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂടി ഇപ്പോൾ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഈ ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം നേട്ടമോ അഭിമാനമോ ആയി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എന്തായാലും കാണാൻ കഴിയില്ല. പക്ഷേ അത് കാണാൻ കഴിയില്ല എന്ന ബോധ്യം ഇവിടുത്തെ ജനങ്ങളുടേത് കൂടിയാണ്. അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും സമയമായിട്ടും ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരം നൽകാൻ മുഖ്യമന്ത്രിക്കോ ആർക്കെങ്കിലുമോ കഴിയാതെ പോകുന്നത്? എനിക്ക് സംബന്ധിച്ച് വ്യക്തമായ ധാരണയില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി. കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നാൽ മാത്രമേ നമുക്കതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കും. ഇവിടെ രണ്ട് സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, മാവോയിസ്റ്റ് വിഭാഗം അവരുടെ തന്ത്രപരമായ നിലപാട്. ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച എനിക്കറിയാം, ഞാൻ ഇപ്പോൾ കണക്ട് ചെയ്യപ്പെട്ടതാണ്. ശ്രീ ചാൾസ് ജോർജ് ആണ് സംസാരിച്ചത്. ചാൾസ് ജോർജ് അദ്ദേഹം പറയുന്നത് കേട്ടു, ഈ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രതികരിക്കാൻ ഇപ്പം സാധിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ അവിടെ എന്താ നടന്നതിന്റെ കൃത്യമായ വിവരം കിട്ടിയാൽ മാത്രമേ നമുക്കതിനെപ്പറ്റി അവലോകനം നടത്തി എന്തെങ്കിലും പറയാൻ സാധിക്കും. 2 കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മാവോയിസ്റ്റ് വിഭാഗത്തിന്റെ തന്ത്രപരമായ കാര്യം. തന്ത്രം എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം ആയുധധാരികളായ അല്ലെങ്കിൽ ആയുധ പോരാട്ടം നടത്തി ഭരണകൂടത്തെ കീഴ്പ്പെടുത്താനാവും. അതിന്റെ ഭാഗമായിട്ട് ആളുകളെ തട്ടിക്കൊണ്ടുപോവുക, ഉദ്യോഗസ്ഥന്മാരെ തട്ടിക്കൊണ്ടുപോവുക, ബന്ദികളാക്കുക, കൊല്ലുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രക്രിയ. എന്തിനും ഇവിടെ അതിന്റെ സാന്നിധ്യം ഇവിടെ കേരളത്തിലേക്ക് വന്നപ്പോൾ വയനാട് CPIM ജില്ലാ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ ഇപ്പോഴത്തെ MLA കൽപ്പറ്റ MLA ശശി ഭയങ്കരമായ ഭീഷണിയാണല്ലോ അവർ ഉയർത്തിയത്. പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി UDFന്റെ കാലത്താണല്ലോ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടിയിരുന്ന നിലയുണ്ടായത്. അപ്പോ ഇവിടെ ഈ കേരളത്തിന്റെ പല ഭാഗത്തും എന്ന് പറയാൻ സാധിക്കില്ല, വയനാടും അതുപോലെ തന്നെ ഈ മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങളിൽ, മലയോര മേഖലകളിൽ ഇവിടെയൊക്കെയാണ് ചില. പക്ഷേ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഇതെല്ലാം പറയുമ്പോഴാണ് ഛത്തീസ്ഗഡിലൊക്കെ ഇത് കേരളത്തിലൊരു പൊട്ടാസ് പൊട്ടിക്കുന്ന സംഭവം പോലും അങ്ങനെ ഉണ്ടാവുന്നില്ല. ഒരു വെടിവയ്പ് ഉണ്ടായി എന്ന് പറയുന്നതിന് കൃത്യമായ തെളിവുകൾ പറയാനും കഴിഞ്ഞിട്ടില്ല. അതല്ലാതെ ഒരു സംഭവം എടുത്തു പറയത്തക്കതായില്ല. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇതാണോ ഒന്നാമത്തെ പോംവഴിയായി കരുതേണ്ടത്? കാരണം ഛത്തീസ്ഗഡിൽ പോലും സുപ്രീം കോടതി പറയുന്നത് ചർച്ചകളിലൂടെ ഈ പ്രശ്നം, മാവോയിസ്റ്റുകളുമായുള്ള പ്രശ്നം പരിഹരിക്കണമെന്നാണ്. ഇവിടെ നിങ്ങളുടെ ഒപ്പമുള്ള CPI പറയുന്നത് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നതാണ്. പക്ഷേ സംസ്ഥാനത്തെ സർക്കാർ ചെയ്യുന്നത് അവരെ കൊന്നൊടുക്കുക എന്നതാണ്. ഇതാണോ ഒന്നാമത്തെ മാർഗം? ഫോണിൽ അദ്ദേഹം ഇപ്പോൾ കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കണക്ഷനിൽ എന്തോ തകരാറുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നീട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ KS ഹരിഹരൻ, ഇതാണ് പ്രശ്നം. ഇതുവരെ ഇത് സംബന്ധിച്ച ഒരു കൃത്യമായ വ്യക്തതയോടെയുള്ള വിവരം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല, പോലീസിനും കഴിയുന്നില്ല. മുഖ്യമന്ത്രിക്കാകെ അറിയാവുന്നത് 2 പേർ കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ്. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതെടുത്ത് 2ാമതോ 3ാമതോ പരിശോധിച്ചാൽ ആ ഒരു വിവരത്തിനപ്പുറത്തൊന്നും കിട്ടാനുമില്ല. ബാക്കി പരത്തി പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് കേരളത്തിൽ? ഞാൻ കരുതുന്നത് നിലമ്പൂരിലെ കൊലപാതകങ്ങൾ പോലീസ് ആസൂത്രിതമായി നടത്തിയ കൂട്ടക്കൊലയാണെന്നാണ്. പോലീസ് ഒരു ആക്ഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുണ്ടാക്കുന്ന കഥകളുണ്ട്. ഇപ്പോൾ മാവോയിസ്റ്റുകൾ വെടിവെച്ചു, അങ്ങനെ വെടിവെച്ചാൽ പോലീസുകാർക്ക് പരിക്ക് പറ്റണം. ഇത്രയും 2 പേര് വെടിയേറ്റ് മരിച്ച ഒരു എൻകൗണ്ടറിൽ തീർച്ചയായിട്ടും പോലീസിന് പോലും പരിക്കില്ല, അവരാരും ആശുപത്രി പ്രവേശിക്കപ്പെട്ടിട്ടില്ല. ഇത് സഖാവ് വർഗീസിനെ വെടിവെച്ച് വന്ന സമയത്ത്
കേരളത്തിലെ പോലീസ് ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ അതന്ന് വിശ്വസിച്ചിരുന്നില്ല. വളരെ വർഷത്തിന് ശേഷം രാമേന്ദ്രൻ നായരെ പോലെ ഒരു പോലീസുകാരൻ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നുണ്ടായി. CBI കേസെടുത്തു. ലക്ഷ്മണയെ പോലെയും വിജയനെ പോലെയുള്ള വലിയ പോലീസ് ഉദ്യോഗസ്ഥർ ജയിലിൽ പോയിട്ട് വന്നു. അത് വളരെ കാലത്തിന് ശേഷമാണ് എന്താണ് നടന്നതെന്നുള്ള കാര്യം ഒരു പോലീസുകാരൻ വെളിപ്പെടുത്തുന്നത്. നിലമ്പൂരിലും ഏറെക്കുറെ വർഗീസിനെ വെടിവെച്ചെന്ന രീതിയിലുള്ള ഒരേ സംഗതിയാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളം പോലൊരു സ്ഥലത്ത് ഛത്തീസ്ഗഡിലെ പോലെ പെരുമാറാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഇപ്പോഴും ഗൗരവമുള്ള ഒരു കേസും മാവോയിസ്റ്റുകൾക്കെതിരെയില്ല. അവർക്കെതിരെയുള്ള വലിയ കേസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ വേണ്ടി ഒരു പോസ്റ്റർ ഒട്ടിച്ചതാണ്, അല്ലെങ്കിൽ 1-2 ചെറിയ ആഫീസുകൾ തല്ലി തകർത്താണ്. മറിച്ചൊരു ക്രിമിനൽ കേസ്, ഒരാൾ തട്ടിക്കൊണ്ടുപോയ കേസ്, ഒരു ബാങ്ക് കൊള്ളയടിച്ച കേസ്, ആരെങ്കിലും വെടിവെച്ചതും കേസ്, അങ്ങനെ ഒരു കേസും കേരളത്തിൽ മാവോയിസ്റ്റുകൾക്കെതിരെ കഴിഞ്ഞ ഗവൺമെൻറ് എടുത്തിട്ടില്ല, ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് മാവോയിസ്റ്റുകൾക്കെതിരെ തോക്ക് ഉപയോഗിക്കാനുള്ള അനുവാദത്തിന് വേണ്ടി പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയാണ് അത് അറിഞ്ഞത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആ അനുവാദം കൊടുത്തിരിക്കാനാണ് സാധ്യത. കാരണം അതുകൊണ്ടാണ് അവർ തോക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് വളരെ കൃത്യമായ ഫേക്ക് എൻകൗണ്ടറാണ്. അത് ഒരുപക്ഷെ ഈ കേരളത്തിലെ DGPക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇസ്രത് ജഹാൻ, പ്രാണേഷ് കുമാർ എന്ന് പറയുന്ന ആളുകളെ ഗുജറാത്തിൽ വെടിവെച്ച് വന്നപ്പോൾ മോദി അമിത്ഷായൊക്കെ ഉൾപ്പെട്ട കേസാണ്. ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പോയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന DGP. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം ഒരു സംഗതി പൊറപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായും അത് ആദ്യത്തെ സംഭവമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായ ഉത്തരം കിട്ടിയേ മതിയാകൂ. ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇന്ന് ഇത്രയായിട്ടും ഇതേക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പറയാൻ സർക്കാർ സംവിധാനത്തിനോ പോലീസിനോ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു കഥ അവതരിപ്പിക്കാൻ പോലീസിന് കഴിയാതെ പോകുന്നത്? അല്ല, ഇതിനകത്ത് പോലീസുകാർ മാത്രം ചേർന്ന് നടത്തുന്ന ഒരു ഓപ്പറേഷൻ മറ്റ് ഒരു വിഭാഗത്തിനും അതിന് വിറ്റ്നസ് ചെയ്യാൻ, സാക്ഷി നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയുള്ളപ്പോൾ പോലീസുകാരുടെ ഭാഷ്യമാണ് ആദ്യവും ഈ രംഗത്ത് വരുന്നത്. ഹർഷൻ, അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പോലീസുകാർ പറയുന്നത് 60ഓളം പോലീസുകാർ ചെല്ലുമ്പോൾ വനത്തിൽ ഉൾപ്രദേശത്ത് 10 മുതൽ 22 പേരെ, പല ഉദാഹരണങ്ങളിൽ കണക്ക് വരുന്നുണ്ട്, 22 പേര് വരെയുള്ള സായുധരായ മാവോയിസ്റ്റുകൾ അവരെ ആക്രമിച്ചു. അപ്പോൾ പോലീസുകാർ തിരിച്ച് വെടിവെച്ചു. ആ വെടിവെപ്പിൽ 2 പേർ കൊല ചെയ്യപ്പെട്ടു. ആ 2 പേരും പുറമേ നിന്നുള്ള ആൾക്കാരാണ്, ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാരാണ്, ഒരു സ്ത്രീയും ഒരു പുരുഷനും. ഇതാണല്ലോ പോലീസിൻ്റെ ഒരു ഭാഷ്യം. ആ ഭാഷ്യത്തിൽ തന്നെ പോലീസ് എപ്പോൾ ഇതിൻ്റെ ആക്രമണം തുടങ്ങി, എത്ര സമയം വെടിവെപ്പുണ്ടായി, എത്ര ആളുകൾ വെടിയേറ്റിട്ടുണ്ട്, എത്ര പോലീസുകാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിൻ്റെ സമയദൈർഘ്യം, ഇത്തരം കാര്യങ്ങളിലൊക്കെ പൂർവാപര വിരുദ്ധതയുണ്ട് വാർത്തകളിൽ. അതുകൊണ്ടാണ് നമ്മളിത് കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്, സാമൂഹ്യ മാധ്യമങ്ങളും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതുമാത്രമല്ല, ഒടുവിൽ അവർ പുറത്തേക്ക് വിട്ട ചിത്രങ്ങൾ നോക്കിയാൽ വെടിവെച്ച് മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ അടുത്തെങ്കിലും നമുക്ക് വിധ്വംസാത്മകമായ ഒരായുധങ്ങൾ കാണാനും കഴിയുന്നില്ല. ഫേക്ക് എൻകൗണ്ടറിൽ കൊല്ലുകയായിരുന്നു വർഗീസിനെ, നമുക്കറിയാം 1968. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ശവശരീരത്തിനടുത്തൊരു തോക്ക് കൊണ്ടിടാനെങ്കിലും പോലീസുകാർ ശ്രമിച്ചിരുന്നു. ഇവിടെ അങ്ങനെയും കാണുന്നില്ല. ലഭിച്ച ചിത്രങ്ങൾ വെച്ച് നോക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ ഇതിനെ ചൂഴ്ന്നു നിൽക്കുന്ന ഇനിയും പരിഹരിക്കപ്പെടാത്ത പൂർവാപര വിരുദ്ധതകളുണ്ട്. പോലീസ് ഭാഷ്യത്തിലൊക്കെ അങ്ങനെ വരും. ഇപ്പോൾ നാം കാണുന്നത് കേരളത്തിൻ്റെ പൊതു പരിസരം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന മാവോയിസ്റ്റുകൾ നേരത്തെ ഹരിഹരൻ സൂചിപ്പിച്ചതുമാതിരി ഗൗരവതരമായ വിധ്വംസാത്മക പ്രവർത്തനങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളവരല്ല. അവരുടെതിരെ കേസ് 2 ഗവൺമെൻറ്റുകളും എടുത്തിട്ടില്ല. ദക്ഷിണേന്ത്യയിൽ വരികയാണെങ്കിൽ രൂപേഷിനെ പിടിക്കുമ്പോഴും അവർ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നില്ല. മുരളി കണ്ണമ്പള്ളിയെ പിടിച്ചപ്പോൾ